FCRA ബില്ല് ഭേദഗതി ചെയ്യാൻ പോവുകയാണ്. ഇത് കേട്ടതും നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ ഇതിനെ ശക്തമായിട്ട് എതിർത്തു. ശേഷം കേന്ദ്രത്തിന് കത്ത് എഴുതി. അപ്പോഴേ ചിന്തിച്ചതാണ് ഇത് രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള എന്തോ കാര്യമാണെന്ന്. എന്നാൽ സംഗതി സത്യമാണ്. അപ്പോൾ ഈ FCRA ബില്ല് അല്ലെങ്കിൽ FCA രജിസ്ട്രേഷൻ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഏകദേശമൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. മാക്സിമം സിമ്പിളായിട്ട് പറയാനാണ് ശ്രമിക്കുന്നത്. ഈ FCRA രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ചുറ്റുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് സന്നദ്ധ സംഘടനകൾക്കും അല്ലെങ്കിൽ മതസംഘടനകൾക്കും NGOകൾക്കും ഒക്കെ ഈ ഒരുപാട് സ്കൂളുകളുണ്ട്, ആശുപത്രികളുണ്ട്, കോളേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വിദേശ ഫണ്ട് ഉപയോഗിച്ചാണ് ഇതൊക്കെ നിർമ്മിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു നിയന്ത്രണമുണ്ട്. അതായത് വിദേശ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് FCRA രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഈ FCRA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ഇതാണ്, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. അപ്പോൾ ഈ FCRA രജിസ്ട്രേഷൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിദേശത്തു നിന്നും ഫണ്ട് വാങ്ങിയിട്ട് ചില സന്നദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സ്കൂൾ, കോളേജ്, ആശുപത്രികൾ മുതലായവ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ ഈ രജിസ്ട്രേഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. ഇതിന് ഒരുപാട് നൂലാമാലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിദേശ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളോ തീവ്രവാദ പ്രവർത്തനങ്ങളോ ഒന്നും നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള രജിസ്ട്രേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള രേഖകളും മറ്റും സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ രജിസ്ട്രേഷൻ നമുക്ക് ലഭിക്കും. ഈ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷത്തേക്കാണ്. 5 വർഷത്തിന് ശേഷം നമ്മളിത് പുതുക്കണം. പുതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 വർഷത്തിനും കൊണ്ട് നമ്മൾ എന്താണ് ചെയ്തത്, ഈ ഫണ്ടുകൾ ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തതെന്നൊക്കെയുള്ള ഓഡിറ്റ് റിപ്പോർട്ടും അതുപോലുള്ള അനുബന്ധ രേഖകളും എല്ലാം സമർപ്പിക്കണം. ഈ രേഖകളെല്ലാം കൃത്യമാണെങ്കിൽ മാത്രം പുതുക്കി നൽകും. ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പഴയ നിയമം അനുസരിച്ച് ഈ രജിസ്ട്രേഷൻ പുതുക്കിയില്ലെങ്കിൽ പോലും ഈ സന്നദ്ധ സംഘടനകളുടെയും മറ്റും സ്വത്തുവകകളും മറ്റുമൊന്നും കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ലായിരുന്നു. അതിന് ഒരുപാട് നിയമ തടസ്സങ്ങളും മറ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവതരിപ്പിച്ച ബില്ല് പ്രകാരം നിയമ ഭേദഗതി വന്നിരിക്കുന്നത് ഇതാണ്. അതായത് ഈ രജിസ്ട്രേഷൻ പുതുക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ സ്വത്തുവകകളും മറ്റും സർക്കാരിന് ഏറ്റെടുക്കാൻ സാധിക്കും എന്നതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു നിയമ ഭേദഗതി എന്ന് പറഞ്ഞാൽ. അതായത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു അതോറിറ്റി ഇത് ഏറ്റെടുക്കും. ശരിക്കും പറഞ്ഞാൽ ഈ FCRA ആക്ട് അനുസരിച്ച് എല്ലാ നിയമങ്ങളും കൃത്യമായിട്ട് പാലിച്ച് എല്ലാ രേഖകളും കൃത്യമായിട്ട് സമർപ്പിച്ച് രജിസ്ട്രേഷൻ പുതുക്കി മുന്നോട്ട് പോകുന്നവർക്ക് യാതൊരു കുഴപ്പവുമില്ല. അതേസമയം കോഴി കട്ടവന്റെ തലയിൽ തൂവൽ കാണും എന്ന് പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് വെപ്രാളം തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില സന്നദ്ധ സംഘടനകൾ, ചില NGOകൾ, ചില മതസംഘടനകളൊക്കെ ആദ്യം ഇവർക്ക് കൃത്യമായിട്ടുള്ള രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നെന്നും അതിനുശേഷം ഇവർ പുതുക്കിയിട്ടില്ലെന്നുമാണ് പറയപ്പെടുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രശ്നമാകും. പക്ഷേ അവർക്കൊരു അവസരം കൂടെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് കൃത്യമായിട്ടുള്ള രേഖകളും മറ്റും സമർപ്പിച്ചിട്ട് ഈ രജിസ്ട്രേഷൻ വീണ്ടും പുതുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി അത് എത്രത്തോളം പ്രാവർത്തികമാണെന്ന് അറിയത്തില്ല. കാരണം ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് മറ്റു പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നമാകും. അപ്പോൾ ഈ രജിസ്ട്രേഷൻ പുതുക്കാതെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ അതോറിറ്റി ഇവരുടെ സ്വത്തെല്ലാം കണ്ടുകെട്ടുകയും ചെയ്യും. ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്, വിദേശ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മുടെ രാജ്യത്തിനെതിരായിട്ടുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും ഇനി നടത്താൻ പാടില്ല. അവിടെ ഒരു കടിഞ്ഞാണിടുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏത് സന്നദ്ധ സംഘടനയായാലും ഏത് മതസംഘടനയാണെന്ന് പറഞ്ഞാലും കൃത്യമായിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടും അതിനനുസരിച്ചുള്ള അനുബന്ധ രേഖകളും സമർപ്പിക്കുക. ഈ രജിസ്ട്രേഷൻ കൃത്യമായിട്ട് പുതുക്കി മുന്നോട്ട് പോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വത്തും മറ്റു കാര്യങ്ങളൊക്കെ സർക്കാർ അതോറിറ്റി ഏറ്റെടുക്കും. അത്രേ ഉള്ളൂ.